ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 1-ാം അധ്യായം. അതിൽ 22-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ അഥ പ്രഥമോധ്യായഃ. രാജോവാച പ്രിയവ്രതോ ഭാഗവത ആത്മാ രാമഃ കഥം മുനേ ഗൃഹേ അരമത യന്മൂലഃ കർമ്മബന്ധ പരാഭവഃ. നൂനം മുക്തസംഗാനാം താദൃശാനാം ദ്വിജർഷഭ ഗൃഹേഷ്വഭിനിവേശോയം പുംസാം ഭവിതുമർഹതി. മഹതാം ഖലു വിപ്രശ്രേ ഉത്തമശ്ലോകപാദയോഃ ഛായാനിർവൃതചിത്താനാം ന കുടുംബേ സ്പൃഹാമതി. സംശയോയം മഹാൻ ബ്രഹ്മൻ ദാരാഗാരസുതാദിഷു സക്തസ്യ യൽ സിദ്ധിരഭൂത് കൃഷ്ണേ ച മതിരച്യുത. ശ്രീശുക ഉവാച ബാഢമുക്തം ഭഗവത ഉത്തമശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദമകരന്ദരസ ആവേശിതചേതസോ ഭാഗവത പരമഹംസദൈതകഥാം കിഞ്ചിദന്തരായ വിഹതാം സ്വാം ശിവതമാം പദവീം ന പ്രായേണ ഹിൻവന്തി. യർഹി വാവഹ രാജൻ സ രാജപുത്രഃ പ്രിയവ്രതഃ പരമഭാഗവതോ നാരദസ്യ ചരണോപസേവയാഞ്ജസാവഗത പരമാത്മസതത്വോ പരമാർത്ഥസതത്വോ ബ്രഹ്മസത്രേണ ദീക്ഷിഷ്യമാണോ വനിതല പരിപാലനായാം ആംനാദപ്രവരഗുണൈകാന്ത ഭാജനതയാ സ്വപിത്രോപാമന്ത്രിതോ ഭഗവതി വാസുദേവ ഏവാവ്യവധാന സമാധിയോഗേന സമാവേശിത സകലകാരകക്രിയാകലാപോ നൈവാഭ്യനന്ദദ്യദ്യപി തദപ്രത്യാംനാദവ്യം തദധികരണ ആത്മനോ അന്യസ്മാദ് അസതോപി പരാഭവമന്വീക്ഷമാണഃ. അഥഃ ഭഗവാനാദിദേവ ഏതസ്യ ഗുണവിസർഗസ്യ പരിബൃംഹണാനുധ്യാന വ്യവസിത സകല ജഗദഭിപ്രായ ആത്മയോനിരഖില നിഗമ നിജഗണ പരിവേഷ്ടിത സ്വഭവനാദ് അവതതാര. സ തത്ര തത്ര ഗഗനതല ഉടുപതിരിവ വിമാനാവലിഭിരനു അനുപഥമമര പരിവൃഢൈർ അഭിപൂജ്യമാന പതിപതി ച വരൂഥശഃ സിദ്ധഗന്ധർവസാധ്യചാരണമുനിഗണൈർ ഉപഗീയമാനോ ഗന്ധമാദനദ്രോണീം അവഭാസയൻ ഉപസസർപ്പ. ഭഗവാനപി ഭാരത തദുപനീതാർഹണ സൂക്തവാക്യേനാദിതരാമുദിതഗുണഗണാവതാരസുജയഃ പ്രിയവ്രതമാദിപുരുഷസ്തം സദയഃ സാവലോക ഇതി ഉവാച. ശ്രീഭഗവാനുവാച നിബോധ താദേദമൃതം ബ്രവീമീമാസൂയിതും ദേവമർഹസ്യ പ്രമേയം വയം ഭവസ്തേ തതേഷ മഹർഷിർവഹാമ സർവേ വിവശായസ്യ ദിഷ്ടം. ന തസ്യ കശ്ചിത് തപസാ വിദ്യയാ വാ ന യോഗവീര്യേണ മനീഷയാ വാ നൈവാർത്ഥധർമ്മൈഃ പരതസ്വതോ വാ കൃതം വിഹന്തം തനുഭൃദ്വിഭൂയാത്. ഭവായ നാശായ ച കർമ്മ കർത്തും ശോകായ മോഹായ സദാ ഭയായ സുഖായ ദുഃഖായ ച ദേഹയോഗം അവ്യക്തദിഷ്ടം ജനതാം ഗദ്ധത്തെ. യദ്വാചിതന്ത്യാം ഗുണകർമ്മദാമഭി സുദുസ്തരൈർവത്സവയം സുയോജിതാഃ സർവേ വഹാമോ ബലിമീശ്വരായ പ്രോദാനസീവദ്വിപദേ ച ദുഷ്പദഃ. ഈശാഭിസൃഷ്ടം ഹ്യവരുദ്ധമയേംഗ ദുഃഖം സുഖം വാ ഗുണകർമ്മസംഗാത് ആസ്ഥായ തത്തദ്യതയുക്ത നാഥ ചക്ഷുഷ്മതാന്ധാ ഇവ നീയമാനാഃ. മുക്തോപി താവദ്വിഭ്രിയാൽ സ്വദേഹം ആരബ്ധമശ്നന്നഭിമാനശൂന്യ യഥാനുഭൂതം പ്രതിയാത നിദ്ര കിഞ്ചാന്യദേഹായ ഗുണാൻ ന വൃങ്ക്തേ. ഭയം പ്രമത്തസ്യ വനേഷ്വപി സ്യാദ് യതഃ സ ആസ്തേ സഹ ഷട്സപത്നഃ ജിതേന്ദ്രിയസ്യാത്മരതേർബുധസ്യ ഗൃഹാശ്രമഃ കിം नु കരോത്യവദ്യം. യഃ ഷട്സപത്നാൻ വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യ യദേതപൂർവം അത്യേതി ദുർഗാശ്രിത ഊർജിതാരീൻ ക്ഷീണേഷു കാമം വിചരേദ്വിപശ്ചിൽ. ത്വം ത്വബ്ജനാഭാം ഘ്രിസരോജകോശ
ദുർഗാശ്രിതോ നിർജിതഷട്സപത്ന ഭുങ്ഷ്വേഹ ഭോഗാൻ പുരുഷാദിദിഷ്ടാൻ വിമുക്തസംഗപ്രകൃതിം ഭജസ്വ. ശ്രീശുഗുവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതസ്ത്രിഭുവനഗുരോരനുശാസനമാത്മനോ ലഘുതയാവനത ശിരോധരോ ബാഢമിതി സ ബഹുമാനമുവാഹ. ഭഗവാനഭിമനുനാ യഥാവതുപകൽപ്പിതാപചിതി പ്രിയവ്രതനാരദയോരവിഷമ അഭിസമീക്ഷമാണയോരാത്മസമവസ്ഥാനം അവാങ്മനസം ക്ഷയമവ്യവഹൃതം പ്രവർത്തയന്നഗമത്. മനുരപി പരേണൈവം പ്രതിസന്ധിതമനോരഥഃ സുരശിവരാനുമതേനാത്മജം അഖിലധരാമണ്ഡലസ്ഥിതിഗുപ്തയ ആസ്ഥാപ്യ സ്വയമതിവിഷമവിഷയവിഷജലാശയാശായ ഉപരരാമാം. അടുത്ത ശ്ലോകമാണ് എടുക്കാനുള്ള 23-ാമത്തെ. ഇതിഹവാവസ ജഗതീപതിരീശ്വരേച്ഛയ ആധിനിവേശിത കർമാധികാരോ അഖില ജഗൽ ബന്ധധ്വംസന പരാനുഭാവസ്യ ഭഗവത ആദിപുരുഷസ്യാഘ്രിയുഗളാൻ അനവരത ധ്യാനാനുഭാവേന പരിരന്ധിത കഷായാശയോവദാതോപി മാനവർദ്ധനോ മഹതാം മഹീതലമനുശാസാം. അതും കൂടി ചൊല്ലാം. ഇതിഹവാവസ ജഗതീപതിരീശ്വരേച്ഛയാധിനിവേശിത കർമാധികാരോ അഖില ജഗൽ ബന്ധധ്വംസന പരാനുഭാവസ്യ ഭഗവത ആദിപുരുഷസ്യാഘ്രിയുഗളാനവരത ധ്യാനാനുഭാവേന പരിരന്ധിത കഷായാശയോ അവദാതോപി മാനവർദ്ധനോ മഹതാം മഹീതലമനുശാസാം. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇതിഹവാവസ ജഗതീപതിരീശ്വരേച്ഛയാധിനിവേശിത കർമാധികാരോ അഖില ജഗൽ ബന്ധധ്വംസന പരാനുഭാവസ്യ ഭഗവത ആദിപുരുഷസ്യാഘ്രിയുഗളാന അവരത ധ്യാനാനുഭാവേന പരിരന്ധിത കഷായാശയോവദാതോ ഔപി മാനവർദ്ധനോ മഹതാം മഹീതലമനുശാസാം. അപ്പോൾ ആ പ്രിയവ്രത ചക്രവർത്തി ഈശ്വരേച്ഛയാ വന്നുപെട്ടിട്ടുള്ള ആ രാജ്യഭരണാധികാരം ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ ആ സകലരുടെയും ആ മായാബന്ധത്തെ വിച്ഛേദിപ്പാൻ പ്രാപ്തമായിരിക്കുന്ന ആ ശ്രീപാദസ്മരണയാൽ ആ മനോമാലിന്യ വിമുക്തനായി. അങ്ങനെ അവരുടെ ആജ്ഞയെ അനുസരിക്കുക വഴി ആ ബ്രഹ്മാദികളുടെ അഭിമാനത്തെ വർദ്ധിപ്പിക്കുന്നവനായിട്ട് ആ ഭൂമണ്ഡലം ആകമാനം ഭരിച്ചു. എന്നുകൂടി പറയാം. ആ പ്രിയവ്രത ഇതിഹവാവസ ജഗതീപതി ഈശ്വരേച്ഛയാ, ആ പ്രിയവ്രത ചക്രവർത്തി ഈശ്വരേച്ഛയാൽ അധിനിവേശിത കർമാധികാരോഖില ജഗൽ ബന്ധധ്വംസന പരാനുഭാവസ്യ വന്നുപെട്ട ആ രാജ്യ ഭരണാധികാരം ഏറ്റെടുത്തു എന്നുള്ളതാണ് പറയണത്. അഖില ജഗൽ ബന്ധധ്വംസന പരാനുഭാവസ്യ ഭഗവത ആദിപുരുഷസ്യാഘ്രിയുഗളാനവരത ധ്യാനാനുഭാവേന. അതോടൊപ്പം തന്നെ ആ സകലരുടെയും ആ മായാബന്ധത്തെ വിച്ഛേദിപ്പാൻ വേണ്ടിയിട്ട് ബന്ധധ്വംസന പരാനുഭാവസ്യ ഛേദിപ്പാൻ പ്രാപ്തമായിരിക്കുന്ന ഭഗവത ആദിപുരുഷസ്യാഘ്രി യുഗളാനവരത ധ്യാനാനുഭാവേന. അവരുടെ ഛേദിപ്പാൻ പ്രാപ്തമായിരിക്കുന്ന ശ്രീപാദസ്മരണയാൽ ആ മനോമാലിന്യ വിമുക്തനായി ആദിപുരുഷസ്യാഘ്രിയുഗളാനവരത ധ്യാനാനുഭാവേന പരിരന്ധിത കഷായാശയോ അവദാതോപി. അങ്ങനെ അതിൽ നിന്നും ബന്ധന വിമുക്തനായിട്ട് അവരുടെ ആജ്ഞയെ അനുസരിക്കുക വഴി ആ ബ്രഹ്മാദികളുടെ അഭിമാനത്തെ മാനവർദ്ധനോ മഹതാം മഹീതലമനുശാസ, ബ്രഹ്മാദികളുടെ അഭിമാനത്തെ വർദ്ധിപ്പിക്കുന്നവനായിട്ട് ആ ഭൂമണ്ഡലം
ആകമാനം ഭരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പരിരന്ധിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിപ്പിക്കപ്പെട്ട എന്നാണ്. പരിരന്ധിത കഷായാശയം എന്ന് പറഞ്ഞാൽ രാഗാദിദോഷലിപ്തമായിരിക്കുന്ന അന്ധക്കരണം. കഷായാശയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഗാദിദോഷലിപ്തമായിരിക്കുന്ന അന്ധക്കരണം. അവതാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധൻ എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം, ഒന്നും കൂടി ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. 23-ാമത്തെ ശ്ലോകം. ഇതിഹ വാവസ ജഗതീപതിരീശ്വരേച്ഛയാധിനിവേശിതകർമാധികാരോഖില ജഗൽബന്ധധ്വംസന പരാനുഭാവസ്യ ഭഗവത ആദിപുരുഷസ്യാഘ്രിയുഗളാ അനവരത ധ്യാനാനുഭാവേന പരിരന്ധിതകഷായാശയോ അവദാതോപി മാനവർദ്ധനോ മഹതാം മഹീതലമനുശാസ. ഇതിഹ വാവ ഇപ്രകാരം സ ജഗതീപതി ആ രാജാവ് ഈശ്വരേച്ഛയാ ഈശ്വരൻ്റെ ഇച്ഛയാൽ അധിനിവേശിത കർമാധികാര ആ പ്രാപിക്കപ്പെട്ട ആ കർമാധികാരത്തോട് കൂടിയവനായിട്ട് അഖില ജഗൽബന്ധധ്വംസന പരാനുഭാവസ്യ ആ സകല ജഗത്തിൻ്റെ ബന്ധത്തെയും നശിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന മാഹാത്മ്യത്തോടു കൂടിയ ഭഗവതഃ ആദിപുരുഷസ്യ ഭഗവാനായിരിക്കുന്ന ആ ആദിപുരുഷൻ്റെ ഭഗവതഃ ആദിപുരുഷസ്യ ആ ഭഗവാനായിരിക്കുന്ന ആദിപുരുഷൻ്റെ അഘ്രിയുഗളാനവരത ധ്യാനാനുഭാവേന അഘ്രിയുഗളാനവരത ധ്യാനാനുഭാവേന എന്നാണ്. അനവരത എന്നില്ല. അഘ്രിയുഗളാനവരത ധ്യാനാനുഭാവേന പാദയുഗളത്തെ ഇടതടവില്ലാതെ ധ്യാനിച്ചതിൻ്റെ മഹിമയാൽ പരിരന്ധിത കഷായാശയ ആ ദഹിപ്പിക്കപ്പെട്ട ആ രാഗാദിദോഷത്തോടു കൂടിയ അന്ധക്കരണത്തോടു കൂടിയവനും അവതാതഃ അപി ആ പരിശുദ്ധനും ആയിരുന്നുവെങ്കിലും അവതാതഃ അപി പരിശുദ്ധനുമായിരുന്നുവെങ്കിലും മഹതാം മഹാന്മാരുടെ മാനവർദ്ധനഃ മാനത്തെ വർദ്ധിപ്പിക്കുന്നവനായിട്ട് മഹീതലം ഭൂതലത്തെ അനുശാസ ഭൂതലത്തെ പരിരക്ഷിച്ചു. എന്നുകൂടി പറയാം. ഇതിഹവാവ ഇപ്രകാരം സ ജഗതീപതി ആ രാജാവ് ഈശ്വരേച്ഛയാ ഈശ്വരൻ്റെ ഇച്ഛയാൽ അധിനിവേശിത കർമാധികാര പ്രാപിപ്പിക്കപ്പെട്ട ആ കർമാധികാരത്തോടു കൂടിയവനായിട്ട് അഖില ജഗത് ബന്ധധ്വംസന പരാനുഭാവസ്യ അഖില ജഗത് ബന്ധധ്വംസന പരാനുഭാവസ്യ ആ സകല ജഗത്തിൻ്റെയും ബന്ധത്തെ നശിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന മാഹാത്മ്യത്തോടു കൂടിയ ഭഗവതഃ ആദിപുരുഷസ്യ ആ ഭഗവാനായിരിക്കുന്ന ആദിപുരുഷൻ്റെ അഘ്രിയുഗളാനവരത ധ്യാനാനുഭാവേന പാദയുഗളത്തെ ഇടതടവില്ലാതെ ധ്യാനിച്ചതിൻ്റെ മഹിമയാൽ പരിരന്ധിത കഷായാശയ ദഹിപ്പിക്കപ്പെട്ട രാഗാദിദോഷത്തോടു കൂടിയ അന്ധക്കരണത്തോടു കൂടിയവനും അവതാതഃ അപി പരിശുദ്ധനും ആയിരുന്നുവെങ്കിലും മഹതാം മഹാന്മാരുടെ മാനവർദ്ധനഃ മാനത്തെ വർദ്ധിപ്പിക്കുന്നവനായിട്ട് മഹീതലം ഭൂതലത്തെ അനുശാസ പരിരക്ഷിച്ചു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഇതിഹവാവസ ജഗതീപതി ഈശ്വരേച്ഛയാ അധിനിവേശിത കർമാധികാര അഖില ജഗൽ ബന്ധധ്വംസപ്ന പരാനുഭാവസ്യ ഭഗവതഃ ആദിപുരുഷസ്യ അഘ്രിയുഗളാനവരത ധ്യാനാനുഭാവേന പരിരന്ധിത കഷായാശയഃ അവദാതഃ അപി മഹതാം മാനവർദ്ധനഃ മഹീതലം അനുശാസ എന്നുള്ളതാണ് പദം ഛേദിച്ചിട്ട് വരുന്ന ആ അന്വയം. ഈ വഹവസ ജഗതീപതി ഈശ്വരേച്ഛയാ അധിനിവേശിത കർമാധികാര അഖില ജഗൽ ബന്ധധ്വംസന പരാനുഭാവസ്യ ഭഗവതഃ ആദിപുരുഷസ്യ
അംഘ്രിയുകളാനവരത ധ്യാനാനുഭാവേന പരിരന്ധിതകഷായാശയ അവദാതഃ അപി മഹതാം മാനവർദ്ധനഃ മഹീതലം അനുശശാസ. ഇപ്രകാരം ആ ജഗതീപതിയായിരിക്കുന്ന ആ രാജാവ് ഈശ്വരേച്ഛയാൽ പ്രാപിപ്പിക്കപ്പെട്ട കർമാധികാരത്തോടു കൂടിയവനായിട്ട് അഖില ജഗൽ ബന്ധധ്വംസനപരാനുഭാവസ്യ ആ സകല ജഗത്തിൻ്റെയും ബന്ധത്തെ നശിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന മാഹാത്മ്യത്തോടു കൂടിയ ആ ഭഗവാനായിരിക്കുന്ന ആദിപുരുഷൻ്റെ. അപ്പോൾ ഇതിൽ അന്വയം വായിച്ചപ്പോൾ അതിൽ ഇത് വിട്ടുപോയി. ഇതിഹവാവസ ജഗതീപതി ഈശ്വരേച്ഛയാ അധിനിവേശിത കർമാധികാര അഖില ജഗൽ ബന്ധധ്വംസനപരാനുഭാവസ്യ ഉണ്ട്. അപ്പോൾ ആ സകല ജഗത്തിൻ്റെയും ബന്ധത്തെ നശിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന മഹാത്മ്യത്തോടു കൂടിയ ആ ഭഗവാനായിരിക്കുന്ന ആദിപുരുഷൻ്റെ ആ പാദയുഗളത്തെ ഇടതടവിടാതെ ധ്യാനിച്ചതിൻ്റെ മഹിമയാൽ ദഹിപ്പിക്കപ്പെട്ട ആ രാഗാദിദോഷത്തോടു കൂടിയ അന്ധക്കരണത്തോടു കൂടിയവനും അതുപോലെ ആ പരിശുദ്ധനും ആയിരുന്നുവെങ്കിലും ആ മഹാന്മാരുടെ ആ മാനത്തെ വർദ്ധിപ്പിക്കുന്നവനായിട്ട് ആ ഭൂതലത്തെ പരിരക്ഷിച്ചു. ആ പ്രിയവ്രതൻ ആത്മാരാമനായിരുന്നാലും ഇപ്രകാരം ഈശ്വരേച്ഛ നിമിത്തം ആ രാജ്യാധികാരത്തെ അംഗീകരിക്കേണ്ടി വന്നു. സകല ലോകങ്ങളുടെയും ബന്ധത്തെ നശിപ്പിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന മഹാത്മ്യത്തോടു കൂടിയ ആദിപുരുഷനായിരിക്കുന്ന ഭഗവാന്റെ പാദയുഗളത്തെ നിരന്തരം ധ്യാനിച്ചിരുന്നതുകൊണ്ട് അന്ധക്കരണത്തിലെ ആ രാഗാദിമലങ്ങൾ നിശേഷം ദഹിച്ചിരുന്നതിനാൽ അതീവ പരിശുദ്ധനായിരുന്നുവെങ്കിലും ബ്രഹ്മാദിദേവന്മാരെ ബഹുമാനിച്ചുകൊണ്ട് ആ ഭൂതലത്തെ സംരക്ഷിച്ച് മഹാന്മാരെ ആരും അതിക്രമിക്കരുതെന്ന് ഉറപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇതിഹവാവസ ജഗതീപതി ഈശ്വരേച്ഛയാ അധിനിവേശിത കർമാധികാര അഖില ജഗൽ ബന്ധധ്വംസനപരാനുഭാവസ്യ ഭഗവതഃ ആദിപുരുഷസ്യ അംഘ്രിയുഗളാനവരത ധ്യാനാനുഭാവേന പരിരന്ധിതകഷായാശയ അവദാതഃ അപി മഹതാം മാനവർദ്ധനഃ മഹീതലം അനുശശാസ. ഇങ്ങനെ തന്നെ ഉണ്ടാവുക കൊണ്ട് ആ മഹാരാജാവ് ഈശ്വരേച്ഛയാൽ വരുത്തിവെക്കപ്പെട്ട ആ കർമാധികാരത്തോടു കൂടിയവനായിട്ട് ആ സമസ്ത ലോകനിവാസികളുടെയും മായാബന്ധ വിച്ഛേദം വരുത്തുന്ന അമിത വൈഭവത്തോടു കൂടിയ ഭഗവാൻ ആദിപുരുഷൻ്റെ തൃച്ചേവിടികളെ നിരന്തരം ധ്യാനിച്ചിരുന്നതുകൊണ്ടുള്ള ആ പ്രഭാവത്താൽ വെന്തെരിഞ്ഞുപോയ ആ മനോമാലിന്യത്തോടു കൂടിയവനും ശുദ്ധ അന്ധകരണത്തോടു കൂടിയവനും ആണെന്നിരിക്കലും ആ ബ്രഹ്മാദി മഹാത്മാക്കൾക്ക് അവരുടെ ആജ്ഞാപാലനം വഴിക്ക് അഭിമാനം വളർത്തിക്കൊണ്ട് ആ ഭൂമണ്ഡലത്തെ ആകെയും അടക്കി ഭരിച്ചു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താണ് പറഞ്ഞത് എന്നുള്ളത്, മനുർനാരദാജ്ഞയാ തം രാജ്യേഭിഷിച്യ ഭോഗേച്ഛായാ ഉപരതോഭൂത്. ആ മനു നാരദൻ്റെ ആജ്ഞ കൊണ്ട് ആ രാജ്യാഭിഷേകം ചെയ്യാനുള്ള ഇച്ഛയാൽ ഇരുന്നു. അങ്ങനെ പ്രിയവ്രതൻ ഭഗവച്ചരണയോഹോ മനോഹോ നിവേശ്യ ആ ഭഗവാന്റെ പാദപത്മങ്ങളെ മനസ്സിൽ നിവേശിപ്പിച്ചിട്ട് മഹീം ശശാസ ആ ഭൂമിയെ ഭരിച്ചു. മനുർനാരദാജ്ഞയാതം ആ മനു ആ നാരദൻ്റെ ആജ്ഞയെ കൊണ്ട് ആ രാജ്യാഭിഷേകത്തിൻ്റെ രാജ്യേഭിഷിച്യ ഭോഗേച്ഛായ രാജ്യാഭിഷേകത്തിൻ്റെ ഭോഗേച്ഛയിൽ ഉപരതോഭൂൽ ആ ഉപരതമായിട്ട് ഇരുന്നു. അങ്ങനെ ആ പ്രിയവ്രതനാകട്ടെ മനുവിന് ഈ സന്താനോൽപാദനത്തിൽ കൂടി ആ രാജ്യത്തെ ഭോഗങ്ങളെയൊക്കെ
അങ്ങനെ ഭോഗങ്ങളെയൊക്കെ അനുഭവിച്ചുകൊണ്ട് ആ പ്രിയവ്രതൻ ജീവിക്കണം എന്നുണ്ടായിരുന്നു. എങ്കിലും ആ പ്രിയവ്രതൻ ഭഗവത് ചരണയോഹോ മനോനിവേശ്യ, ആ ഭഗവത് പാദാരവിന്ദങ്ങളെ മനസ്സിൽ നിവേശിപ്പിച്ചിട്ട് മഹീം ശശാസ, ആ ഭൂമിയെ ഭരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ മനുർനാരദാജ്ഞയാ തം രാജ്യേഭിഷിച്യ ഭോഗേച്ഛായ ഉപരതോഭൂത് പ്രിയവ്രതോ ഭഗവത് ചരണയോ മനോഹ നിവേശ്യ മഹീം ശശാസ ഉള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം 24-ാമത്തെ ശ്ലോകം. 24-ാമത്തെ ശ്ലോകം. അഥ ച ദുഹിതരം പ്രജാപതേർവിശ്വകർമ്മണ ഉപയേമേ ബർഹിഷ്മതീം നാമ തസ്യാമുഖവാവ ആത്മജാനാത്മസമാനശീലഗുണകർമ്മരൂപ വീര്യ ഔദാര്യോദാരാൻ ദശ ഭാവയാം ബഭൂവ കന്യാം ച യവീയസീം ഊർജസ്വതീം നാമ. ഒന്നുകൂടി പറയാം. അഥ ച ദുഹിതരം പ്രജാപതേർവിശ്വകർമ്മണ ഉപയേമേ ബർഹിഷ്മതീം നാമ തസ്യാമുഖവാവ ആത്മജാനാം ആത്മസമാനശീലഗുണകർമ്മരൂപവീര്യ ഔദാര്യോദാരാൻ ദശ ഭാവയാം ബഭൂവ കന്യാം ച യവീയസീമൂർജസ്വതീം നാമ. അദ്ദേഹമാകട്ടെ ആ വിശ്വകർമ്മ പ്രജാപതിയുടെ പുത്രിയായിരിക്കുന്ന ബർഹിഷ്മതിയെ വിവാഹം കഴിച്ചു. അഥ ച ദുഹിതരം പ്രജാപതേർ വിശ്വകർമ്മണ, പ്രജാപതിയായിരിക്കുന്ന വിശ്വകർമാവിൻ്റെ ദുഹിതരം ആ മകളെ കല്യാണം കഴിച്ചു. പേര് ബർഹിഷ്മതി. ബർഹിഷ്മതീം നാമ ഓട് കൂടിയിട്ടുള്ള ആ മകളെ കല്യാണം കഴിച്ചു. തസ്യാമുഖവാവ, അവളിൽ ആത്മസമാനശീലഗുണകർമ്മരൂപവീര്യ ഉദാര്യോദാരാൻ, അവളിൽ തൻ്റേതിനോട് തുല്യമായിരിക്കുന്ന ശീലം, ഗുണം, കർമ്മം, രൂപം, വീര്യം, ശൗര്യം, ഔദാര്യം. അതാണ് തസ്യാമുഖ വാവ ആത്മജാനാത്മസമാനശീല ഗുണകർമ്മരൂപ വീര്യ ഔദാര്യോദാരാൻ ദശഭാവയാം ബഭൂവ. അങ്ങനെ ഔദാര്യം ഇവയാൽ മഹാന്മാരായിരിക്കുന്ന 10 പുത്രന്മാരെയും അവരുടെ ബഭൂവ കന്യാം ജയവീയസീം ഊർജസ്വതീം, അവരുടെ അനുജത്തിയായിട്ട് ഊർജസ്വതി എന്ന കന്യകയെയും ജനിപ്പിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. അദ്ദേഹം ആ വിശ്വകർമ്മ പ്രജാപതിയുടെ പുത്രിയായിരിക്കുന്ന ബർഹിഷ്മതിയെ വിവാഹം കഴിച്ചു. അവളിൽ തൻ്റേതോട് തുല്യമായിരിക്കുന്ന ശീലം, ഗുണം, കർമ്മം, രൂപം, വീര്യം, ശൗര്യം ഇവയാൽ ആ മഹാന്മാരായിരിക്കുന്ന 10 പുത്രന്മാരെയും അവരുടെ അനുജത്തിയായിട്ടുള്ള ആ ഊർജസ്വതി എന്ന കന്യകയെയും ജനിപ്പിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. അഥ ച ദുഹിതരം പ്രജാപതേർ വിശ്വകർമ്മണ ഉപയേമേ ബർഹിഷ്മതീം നാമ തസ്യാമുഖവാവ ആത്മജാനാത്മസമാനശീലഗുണ കർമ്മരൂപ വീര്യോദാരാൻ ദശ ഭാവയാം ബഭൂവ കന്യാം ച യവീയസീമൂർജസ്വതീം നാമ. അഥ ച നിർണയാനന്തരം പ്രജാപതേഹ വിശ്വകർമ്മണ, പ്രജാപതിയായിരിക്കുന്ന വിശ്വകർമാവിൻ്റെ ബർഹിഷ്മതീം നാമ, ബർഹിഷ്മതി എന്നു പേരായിരിക്കുന്ന ദുഹിതരം പുത്രിയെ ഉപയേമേ വിവാഹം ചെയ്തു. തസ്യാം അവളിൽ ആത്മസമാനശീലഗുണകർമ്മ വീര്യോദാരാൻ ആത്മാവിന് തുല്യമായിരിക്കുന്ന ശീലം, ഗുണം, കർമ്മം, രൂപം, വീര്യം, ഔദാര്യം എന്ന ഗുണങ്ങളുള്ള ദശ ആത്മജാൻ 10 പുത്രന്മാരെയും യവീയസീം കനിഷ്ഠയും അനുജത്തിയായിട്ട്, യവീയസീം എന്ന് പറഞ്ഞാൽ കനിഷ്ഠ അനുജത്തിയായിട്ട് ഊർജസ്വതീം നാമ
ഊർജസ്വതി എന്നു പേരോടുകൂടിയവളുമായിരിക്കുന്ന കന്യാം ച കന്യകയെയും ഭാവയാം ബഭൂവ ജനിപ്പിച്ചു. ഊഹവാവ ആശ്ചര്യം തന്നെ. എന്നുകൂടി പറയാം. അഥ ച അനന്തരം പ്രജാപതേഹ വിശ്വകർമ്മണ പ്രജാപതിയായിരിക്കുന്ന വിശ്വകർമാവിൻ്റെ ബർഹിഷ്മതീം നാമ ബർഹിഷ്മതി എന്നു പേരായിരിക്കുന്ന ദുഹിതരം പുത്രിയെ ഉപയേമേ വിവാഹം ചെയ്തു. തസ്യാം അവളിൽ ആത്മസമാനശീല ഗുണകർമ്മ വീര്യോദാരാൻ ആത്മാവിന് തുല്യമായിരിക്കുന്ന ശീലം, ഗുണം, കർമ്മം, രൂപം, വീര്യം, ഔദാര്യം എന്ന ഗുണങ്ങളുള്ള ദശ ആത്മജാൻ 10 പുത്രന്മാരെയും യവീയസീം കനിഷ്ഠയും ഊർജസ്വതീം നാമ ഊർജസ്വതി എന്നു പേരോടുകൂടിയവളുമായിരിക്കുന്ന കന്യാം ച കന്യകയെയും ഭാവയാം ബഭൂവ ജനിപ്പിച്ചു. ഊഹവാവ ആശ്ചര്യം തന്നെ. അപ്പം അതിൻ്റെ അത് വന്നിട്ട് പദം ചരിച്ചിട്ട് വന്നിട്ട് അഥ ച പ്രജാപതേഹ വിശ്വകർമ്മണ ബർഹിഷ്മതീം ദുഹിതരം തസ്യാം ആത്മസമാനശീല ഗുണകർമ്മരൂപ വീര്യോദാരാൻ ദശ ആത്മജാൻ യവീയസീം ഊർജസ്വതീം നാമ കന്യാം ച ഭാവയാം ബഭൂവ ഉഹവാവ. അതാണ് വരിക. എന്നുകൂടി പറയാം. അഥ ച പ്രജാപതേഹ വിശ്വകർമ്മണ ബർഹിഷ്മതീം ദുഹിതരം ഉപയേമേ, അവിടെ ഉപയേമേ എന്ന് വരുന്നുണ്ട്. ദുഹിതരം ഉപയേമേ വിവാഹം കഴിച്ചു. തസ്യാം ആത്മസമാനശീലകർമ്മ വീര്യോദാരാൻ ദശ ആത്മജാൻ യവീയസീം ഊർജസ്വതീം കന്യാം ച ഭാവയാം ബഭൂവ ഉഹവാവാം. അനന്തരം ആ പ്രജാപതിയായിരിക്കുന്ന വിശ്വകർമാവിൻ്റെ ബർഹിഷ്മതി എന്നു പേരായിരിക്കുന്ന പുത്രിയെ വിവാഹം ചെയ്തു. അവളിൽ ആത്മാവിന് തുല്യമായിരിക്കുന്ന ശീലം, ഗുണം, കർമ്മം, രൂപം, വീര്യം, ഔദാര്യം എന്ന ഗുണങ്ങളുള്ള 10 പുത്രന്മാരെയും കനിഷ്ഠയും ഊർജസ്വതി എന്നു പേരോടുകൂടിയവളുമായിരിക്കുന്ന ആ കന്യകയെയും ജനിപ്പിച്ചു. ആശ്ചര്യം തന്നെ. രാജ്യം സ്വീകരിച്ച ശേഷം പ്രജാപതിയായിരിക്കുന്ന വിശ്വകർമാവിൻ്റെ ബർഹിഷ്മതി എന്നു പേരായിരിക്കുന്ന പുത്രിയെ കല്യാണം കഴിച്ചു. അവളിൽ ആത്മസമാനശീല ഗുണകർമാദികളോടുകൂടിയിരിക്കുന്ന 10 പുത്രന്മാരെയും ഒടുവിൽ ഊർജസ്വതി എന്ന പേരായിരിക്കുന്ന ഒരു കന്യകയെയും ജനിപ്പിച്ചു. സുവിരക്തനായിരിക്കുന്ന പ്രിയവ്രതന് ഇത്രയും സന്താനങ്ങൾ ജനിച്ചത് ഈശ്വരേച്ഛ കൊണ്ടല്ല അല്ലയോ. അപ്പോൾ ഇത് ആശ്ചര്യത്തെ ജനിപ്പിക്കുന്നതാണെന്ന് നിശ്ചയം. അതാണ് അവസാനം ആശ്ചര്യം എന്നുള്ളത് അവിടെ പറയാനുള്ള കാരണം. അപ്പോൾ അഥ ച വിശ്വകർമ്മണ പ്രജാപതേഹ ദുഹിതരം ബർഹിഷ്മതീം നാമ ഉപയേമേ ഉഹവാവ തസ്യാം ആത്മസമാനശീല ഗുണകർമ്മരൂപ ഔദാര്യോദാരാൻ ദശ ആത്മജാൻ യവീയസീം ഊർജസ്വതീം നാമ കന്യാം ച ഭാവയാം ബഭൂവ. അഗ്നിത്രേ കവയ ഇതി സർവേ ഏവ അഗ്നിസമാനഃ. അപ്പോൾ അനന്തരം അദ്ദേഹം ആ വിശ്വകർമാവ് എന്ന പ്രജാപതിയുടെ പുത്രിയായിരിക്കുന്ന ആ ബർഹിഷ്മതിയെ എന്നവളെ വിവാഹം ചെയ്തു. അങ്ങനെ അത്ഭുതം തന്നെ, ആ ദൈവഹിതം തന്നെയല്ലേ ഇത്. അവളിൽ തന്നെ പോലെയുള്ള സ്വഭാവം, ഗുണകർമ്മങ്ങൾ, സൗന്ദര്യം, വീരത, ശൂരത, ഉദാരത എന്നിവയാൽ മഹത്വം ചേർന്ന 10 പുത്രന്മാരെയും അവരുടെ അനുജത്തിയായിട്ട് ഊർജസ്വതി എന്നു പേരുള്ള പുത്രിയെയും ജനിപ്പിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്കതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ അഥ വിശ്വകർമ്മണ പ്രജാപതേർ ബർഹിഷ്മതിം, അനന്തരം ആ വിശ്വകർമാവെന്ന പ്രജാപതിയുടെ ബർഹിഷ്മതി എന്നു പേരായിരിക്കുന്ന കന്യാമുപയേമേ, ആ കന്യയെ കല്യാണം കഴിച്ചു. സ അവളിൽ, തസ്യാം അവളിൽ ആത്മസമാനശീല ഗുണ കർമ്മരൂപാൻ, സമാന തൻ്റെ തന്നെ ആത്മാവിനോട് ചേർന്ന് ശീല ഗുണ കർമ്മ രൂപങ്ങളോട് കൂടിയിരിക്കുന്ന 10 പുത്രന്മാരെയും പുത്രാൻ ഊർജസ്വതീം നാമ
പുത്രന്മാരെയും ഊർജ്ജസ്വതി എന്നു പേരായിട്ടുള്ള കന്യയെയും ച ജനയാമാസ, കന്യയെയും ജനിപ്പിച്ചു. അപ്പോൾ ഒന്നും കൂടി പറയാം. അഥ വിശ്വകർമ്മണ, അനന്തരം ആ വിശ്വകർമാവ് പ്രജാപതേർ ബർഹിഷ്മതിം, വിശ്വകർമാവ് എന്ന പ്രജാപതിയുടെ ബർഹിഷ്മതി എന്നു പേരായ നാമ കന്യാമുപയേമേ, കന്യകയെ കല്യാണം കഴിച്ചു. സ തസ്യാം, അങ്ങനെ അദ്ദേഹം അവളിൽ ആത്മസമാന ശീലഗുണകർമ്മ രൂപാൻ, തനിക്ക് ചേർന്ന ശീലഗുണകർമ്മ രൂപങ്ങളുള്ള ദശപുത്രാൻ, 10 പുത്രന്മാരെ ജനിപ്പിച്ചു. പിന്നെ ഊർജ്ജശ്രുതിയും നാമ, ഊർജ്ജശ്രുതി എന്നു പേരായിരിക്കുന്ന കന്യയെയും കന്യാം ച ജനയാമാസ, ജനിപ്പിച്ചു. അപ്പോൾ അഥ വിശ്വകർമ്മണ പ്രജാപതേർ ബർഹിഷ്മതീം നാമ കന്യാമുപയേമേ സ തസ്യാം ആത്മസമാനശീലഗുണകർമ്മരൂപാൻ ദശപുത്രാൻ ഊർജ്ജസ്വതീം നാമ കന്യാം ച ജനയാമാസ. അതാണ് ഇവിടെ ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 25-ാമത്തെ ശ്ലോകം. 25-ാമത്തെ ശ്ലോകം അഗ്നിധ്രേധ്മജിഹ്വയജ്ഞബാഹും മഹാവീരഹിരണ്യരേതോ ഘൃതപൃഷ്ഠസർ സവനമേധാതിഥിവീതിഹോത്രകവയഃ ഇതി സർവ ഏവാഗ്നിനാമാനഃ. 10 പുത്രന്മാരുടെ പേരുകളാണ്, 10 പുത്രന്മാരെ ഉണ്ടായത് അവരുടെ പേരുകളാണ് ആ ശ്ലോകത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആഗ്നിധ്രേധുമജിഹ്വയജ്ഞബാഹു മഹാവീര ഹിരണ്യരേതോ ഘൃതപൃഷ്ഠസവനം മേധാതിഥിവീതിഹോത്രകവയഃ ഇതി സർവ ഏവാഗ്നിനാമാനഃ. ആ 10 പുത്രന്മാർ ആഗ്നിധ്രൻ, ഇധ്മജിഹ്വൻ, യജ്ഞബാഹു, മഹാവീരൻ, ഹിരണ്യരേതസ്, ഘൃതപൃഷ്ഠൻ, സവനൻ, മേധാതിഥി, വീതിഹോത്രൻ, കവി എന്നവരാണ്. ഇവയെല്ലാം വിവിധതരം അഗ്നികളുടെ സംജ്ഞകളാണ്. അഗ്നിയുടെ ആ ജ്വാലകളുടെ പേരുകളാണ്. അവയുടെ അധിഷ്ഠാന ദേവതകൾ എന്നും ആകാം അർത്ഥം. ആഗ്നിധ്രേധ്മജിഹ്വയജ്ഞബാഹു മഹാവീര ഹിരണ്യരേതോ ഘൃതപൃഷ്ഠ സവനമേധാതിഥിവീതിഹോത്ര കവയഃ ഇതി സർവ ഏവാഗ്നിനാമാനഃ എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അഗ്നിധ്രൻ, ഇധ്മജിഹ്വൻ, യജ്ഞബാഹു, മഹാവീരൻ, ഹിരണ്യരേതസ്, ഘൃതപൃഷ്ഠൻ, സവനൻ, മേധാതിഥി, വീതിഹോത്രൻ, കവി എന്നിങ്ങനെ അഗ്നിയുടെ പര്യായ നാമങ്ങളുള്ളവരാകുന്നു ആ 10 പുത്രന്മാരും. അപ്പോൾ അങ്ങനെ ആ 10 പുത്രന്മാരെ ജനിപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ അത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകാം. ദശപുത്രാൻ ഊർജ്ജസ്വതീം നാമ കന്യാം ച ജനയാമാസ കഴിഞ്ഞിട്ട് താനാഹ ആഗ്നിധ്ര, അവർ ആഗ്നിധ്രൻ, ഇത്മജിഹ്വൻ, യജ്ഞബാഹു, മഹാവീര, ഹിരണ്യരേതാ, ധൃതപൃഷ്ഠ, സവന, മേധാതിഥി, വീതിഹോത്ര, കവി. ഇവരാണ് ആ 10 പുത്രന്മാർ. ഒന്നും കൂടി പറയാം. താനാഹ അഗ്നിധ്ര ഇധ്മജിഹ്വ യജ്ഞബാഹു മഹാവീര ഹിരണ്യരേതാ ധൃതപൃഷ്ഠ സവന മേധാതിഥി വീതിഹോത്ര കവി. അപ്പോൾ ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ശ്ലോകം വന്നിട്ട് ഏതേഷാം കവിർ മഹാവീരഃ സവന ഇതി ത്രയ ആസന്നൂർധ്വരേതസസ്ത ആത്മവിദ്യായാമർഭഭാവാദാരഭ്യ കൃതപരിചയാഃ പരമഹംസ്യമേവാശ്രമമഭജൻ. ഏതേഷാം കവിർമഹാവീരഃ സവന ഇതി ത്രയ ആസന്നൂർധ്വരേതസസ്ത ആത്മവിദ്യായാമർഭഭാവാദാരഭ്യ കൃതപരിചയാഃ പാരമഹംസ്യമേവാശ്രമമഭജൻ. ഇവരിൽ ആ കവി, മഹാവീരൻ, സവനൻ എന്നിവർ
ജിതേന്ദ്രിയന്മാരായിട്ട് ആ ബാല്യം മുതൽ തന്നെ ആ ആത്മജ്ഞാനം സമ്പാദിക്കാൻ പരിശ്രമിച്ചിട്ട് അതിൽ വിജയിച്ചു. ഏതേഷാം കവിർ മഹാവീര സവനഃ. ഇതിൽ കവി, മഹാവീരൻ, സവനൻ ഇതിത്രയ, ഈ 3 പേര് ആസൻ ഊർധ്വരേതസഃ, അവർ ജിതേന്ദ്രിയന്മാരായി ഊർധ്വരേതസ്സുകളായിത്തീർന്നിട്ട് ആത്മവിദ്യായാം അർഭഭാവാത് ആരഭ്യ, ആത്മജ്ഞാനം സമ്പാദിക്കാൻ പരിശ്രമിച്ച് കൃതപരിചയാഹ, അതിൽ വിജയിച്ചു. എന്നിട്ട് പാരമഹംസ്യമേവ ആശ്രമം അഭജൻ, ആ ഗൃഹസ്ഥാശ്രമം ഒന്നും സ്വീകരിക്കാതെ ആ സന്യാസാശ്രമത്തെ അവലംബിച്ച് അവരിൽ ഔന്നത്യമുള്ള ആ പരമഹംസ പദവിയെ പ്രാപിച്ചു. ഏതേഷാം കവിർ മഹാവീരഃ സവന ഇതിത്രയ ആസന്നൂർധ്വരേതസസ്ത ആത്മവിദ്യായാമർഭഭാവാത് ആരഭ്യ കൃതപരിചയാഃ പരമഹംസ്യമേവാശ്രമം അഭജൻ. ഇവർ 3 പേരും ആ ബാല്യകാലം മുതൽക്ക് തന്നെ വിരക്തന്മാരായിരുന്നു എന്ന് പറയാൻ കാരണമുണ്ട്. അതായത് നാമധേയങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിലും 3 പേർ പൂർവജന്മസ്മരണയുള്ളവരായിരുന്നുവെന്ന് ആ വിഷ്ണു പുരാണത്തിലും മറ്റും പറയുന്നുണ്ട്. മേധാഗ്നി ബഹുപുത്രാസ്തു ത്രയോ യോഗപരായണ ജാതിസ്മര മഹാഭാഗ രാജ്യായ മനോദധ. വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. വായുവാദികളിലും ഇപ്രകാരം തന്നെ. ജാതി സ്മര എന്ന ആ പൂർവജന്മസ്മരണയുള്ളവൻ അർത്ഥം. സ്മരാ മഹാഭാഗാ രാജ്യായ മനോദധ, പൂർവജന്മ സ്മരണയുള്ളവരായിട്ട് ഇക്കാരണത്താലാണ് ബാല്യം മുതൽക്ക് തന്നെ അവർക്ക് വിരക്തി വന്നത്. ഊർധ്വരേതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിതേന്ദ്രിയവൻ, ഇന്ദ്രിയങ്ങളെ അന്തർമുഖങ്ങളാക്കിയവൻ, അതിനെ ജയിച്ചവൻ അർത്ഥം. ഊർധ്വരേതസസ്ത എന്നിടത്ത് ഊർധ്വരേതസഹ തേ എന്ന് ഛേദം. അർഭഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല്യത്തിൽ തന്നെ അവർ ഊർധ്വരേതസ്സുകളായിട്ട് ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ട് ആ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ആ ശ്ലോകം. ഏതേഷാം കവിർമഹാവീരഃ സവന ഇതിത്രയ ആസന്നൂർധ്വരേതസസ്ത ആത്മവിദ്യായാം അർഭഭാവാത് ആരഭ്യ കൃതപരിചയാഃ പാരമഹംസ്യമേവാശ്രമമഭജൻ. ഏതേഷാം ഇവരുടെ മധ്യത്തിൽ കവി, മഹാവീരൻ, സവനഃ ഇതി, ആ സവനൻ ഇപ്രകാരം, ഇതിത്രയഃ സവനൻ എന്ന 3 പേർ ഊർധ്വരേതസഃ ആസൻ, ആ ജിതേന്ദ്രിയന്മാരായിട്ട് ഭവിച്ചു. തേ അവർ ആത്മവിദ്യയിൽ അർഭഭാവാത് ആരഭ്യ, ബാല്യം മുതൽക്ക് തന്നെ അവർ ആത്മവിദ്യയിൽ അർഭഭാവാത്, ആ ബാല്യം മുതൽക്ക് തന്നെ കൃതപരിചയാഹ, അഭ്യാസം ഉള്ളവരായിട്ട് പരിശ്രമിച്ചിട്ടെന്നർത്ഥം. പരമഹംസന്മാരെ സംബന്ധിച്ചിരിക്കുന്ന ആശ്രമം ഏവ, ആശ്രമത്തെ തന്നെ ഭജിച്ചു. എന്നുകൂടി പറയാം. ഏതേഷാം ഇവരുടെ മധ്യത്തിൽ എന്നർത്ഥം. കവി, മഹാവീരൻ, സവനഃ ഇതി ത്രയഃ, സവനൻ എന്ന 3 പേർ ഊർധ്വരേതസഃ ആസൻ, ജിതേന്ദ്രിയന്മാരായിട്ട് ഭവിച്ചു. തേ അവർ ആത്മവിദ്യയിൽ അർഭഭാവാത് ആരഭ്യ, ബാല്യം മുതൽക്ക് തന്നെ കൃതപരിചയാഹ, അഭ്യാസമുള്ളവരായിട്ട് പരമഹംസന്മാരെ സംബന്ധിച്ചിരിക്കുന്ന ആശ്രമം ഏവ, ആശ്രമത്തെ തന്നെ ഭജിച്ചു. ഏതേഷാം കവി മഹാവീരഃ സവനഃ ഇതി ത്രയഃ ഊർധ്വരേതസഃ ആസൻ തേ ആത്മവിദ്യായാം അർഭഭാവാത് ആരഭ്യ കൃതപരിചയാഃ പാരമഹംസ്യം ആശ്രമം ഏവ അഭജൻ. അവരിൽ ആ കവി, മഹാവീരൻ, സവനൻ എന്ന 3 പേർ, ഇവരുടെ മധ്യത്തിൽ മഹാവീരൻ, കവി, സവനൻ എന്ന 3 പേര് ആ ജിതേന്ദ്രിയന്മാരായിട്ട് ഭവിച്ച് അവർ ആത്മവിദ്യയാൽ ആ ബാല്യം മുതൽക്ക് തന്നെ അഭ്യാസമുള്ളവരായിട്ട് പരമഹംസന്മാരെ സംബന്ധിച്ചിരിക്കുന്ന ആശ്രമത്തെ തന്നെ ഭജിച്ചു. അപ്പോൾ അവർ ജിതേന്ദ്രിയന്മാരായതുകൊണ്ട് വിവാഹം ചെയ്തില്ല,
ബാല്യം മുതൽക്ക് തന്നെ ആത്മവിദ്യയിൽ പരിശ്രമിച്ചു വന്നു. അങ്ങനെ പരമഹംസന്മാരുടെ ആശ്രമത്തെ അംഗീകരിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോക്കാം. ഏതേഷാം കവിഃ മഹാവീരഃ സവനഃ ഇതി ത്രയഃ ഊർധ്വരേതസാ ആസൻ തേ അർഭഭാവാത് ആരഭ്യ ആത്മവിദ്യായാം കൃതപരിചയഃ പാരമഹംസ്യം ആശ്രമം ഏവ അഭജൻ. ഇവരുടെ കൂട്ടത്തിൽ കവി, മഹാവീരൻ, സവനൻ എന്നീ 3 പേർ ഊർധ്വരേതസ്സുകൾ, നൈഷ്ഠികീ ബ്രഹ്മചാരികൾ ആയിരുന്നു. അവർ നന്നേ ചെറുപ്പം മുതൽക്ക് തന്നെ ആ അധ്യാത്മവിദ്യയിൽ ഇടപഴകിയെക്കൊണ്ട് ആ ആശ്രമത്തെ തന്നെ സ്വീകരിച്ചു. അപ്പം ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. ഏഷാം മധ്യേ, ഇവരുടെ മധ്യത്തിൽ കവിഃ മഹാവീരഃ സവനഃ, കവി, മഹാവീരൻ, സവനൻ ഇതി ത്രയഹു, ഇങ്ങനെയുള്ള 3 പേർ ബ്രഹ്മചാരിണഃ, ബ്രഹ്മചാരികളായിട്ട്, സന്തോ, അവർ ബാല്യാത് ആരഭ്യ, ആ ബാല്യകാലം മുതൽക്ക് ആരംഭിച്ച പാരമഹംസ്യമാശ്രമം, പരമഹംസന്മാരെ സംബന്ധിക്കുന്ന ആശ്രമത്തെ സേവനം ചെയ്ത് അവർ കഴിഞ്ഞുകൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഏതേ സർവേ, ഇവരിൽ, അപ്പോൾ ഈ 10 പേരുടെ പേരും അഗ്നിയുടെ അഗ്നിനാമാന, അഗ്നിയുടെ പേരുകളാണ് ഈ 10 പേരുടെ പേരുകൾ. പിന്നെ ഏഷാം മധ്യേ, അവരിൽ കവിഃ മഹാവീരഃ സവനഃ, ഏഷാം മധ്യേ കവിഃ മഹാവീരഃ സവനഃ ഇതി ത്രയോ, ഇപ്രകാരമുള്ള 3 പേര് ബ്രഹ്മചാരിണഃ, ബ്രഹ്മചാരികളാണ്. സന്തോ, അവർ ബാല്യാദാരഭ്യ, ബാല്യത്തിൽ തന്നെ തുടങ്ങിയിരിക്കുന്ന പരമഹംസ്യമാശ്രമം അസേവന്ത, പരമഹംസന്മാരുടെ ആശ്രമത്തെ സംബന്ധിക്കുന്ന, പരമഹംസന്മാരെ സംബന്ധിക്കുന്ന ആശ്രമത്തെ സേവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി എന്നതാണ് പറയുന്നത്. അപ്പോൾ ഏതേ സർവേ ഏവാഗ്നിനാമാനഃ യേഷാം മധ്യേ കവിഃ മഹാവീരഃ സവനഃ ഇതി ത്രയോ ബ്രഹ്മചാരിണഃ സന്തോ ബാല്യാദാരഭ്യ പാരമഹംസ്യമാശ്രമം അസേവന്ത എന്നാണ് ഇതിൽ വ്യാഖ്യാനമായിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം 27ാമത്തെ ശ്ലോകം. തസ്മിന്നുഹവാ ഉപശമശീലാഃ പരമർഷയഃ സകലജീവനികായാവാസസ്യ ഭഗവതോ വാസുദേവസ്യ ഭീതാനാം ശരണഭൂതസ്യ ശ്രീമച്ചരണാരവിന്ദാവിരതസ്മരണാവിഗളിത പരമഭക്തിയോഗേനാനുഭാവേന പരിഭാവിതാന്തർഹൃദയാധിഗതേ ഭഗവതി സർവേഷാം ഭൂതാനാമാത്മഭൂതേ പ്രത്യേകാത്മന്യേവാത്മനസ്താദാത്മ്യം അവിശേഷേണ സമീയുഃ. നൂടി ചെല്ലാം. തസ്മിന്നുഹവാ ഉപശമശീലാ, തസ്മിന്നുഹവാ ഉപശമശീലാഃ പരമർഷയഃ സകലജീവനികായാവാസസ്യ ഭഗവതോ വാസുദേവസ്യ ഭീതാനാം ശരണഭൂതസ്യ ശ്രീമച്ചരണാരവിന്ദാവിരത സ്മരണാവിഗളിതം പരമഭക്തിയോഗേനാനുഭാവേന പരിഭാവിതാന്തർഹൃദയാധിഗതേ ഭഗവതി സർവേഷാം ഭൂതാനാമാത്മഭൂതേ പ്രത്യേകാത്മന്യേവാത്മനസ്താദാത്മ്യ അവിശേഷേണ സമീയുഃ. അപ്പോൾ ഉപശമശീലാഃ പരമർഷയഃ, അശമതമാദി ആ സിദ്ധികളെ സമ്പാദിച്ചിരിക്കുന്ന ആ ഋഷിവര്യന്മാർ, ആ 3 പേര്. തസ്മിന്നുഹവൈ, ആ ആശ്രമത്തിൽ, ആ സന്യാസാശ്രമത്തിൽ വെച്ചിട്ട് സകല ജീവനികായ ആവാസസ്യ, സകല ജീവജാലങ്ങൾക്കും വാസസ്ഥാനങ്ങൾ ആയതും കാരണം ഭീത ആയതും, സകല ജീവനികായ ആവാസസ്യ, സകല ജീവജാലങ്ങൾക്കും നിവാസസ്ഥാനമായതും ഭീതാനാം ശരണഭൂതസ്യ,
ആ സംസാരഭയമുള്ളവർക്ക് ആശ്രയമായിട്ടുള്ളതും ആശ്രയസ്ഥാനവും ആയിട്ടുള്ള സകല ജീവജാലങ്ങൾക്കും വാസസ്ഥാനമായതും സംസാരഭയമുള്ളവർക്ക് ആശ്രയസ്ഥാനവും ആയിരിക്കുന്ന വാസുദേവസ്യ ആ ഭഗവാൻ വാസുദേവൻ്റെ ശ്രീമച്ചരണാരവിന്ദ അവിരത സ്മരണ അവിഗളിത പരമഭക്തിയോഗേന അനുഭാവേന ആ ശ്രീപാദങ്ങളെ സദാസമയവും സ്മരിക്കുകയാൽ അസ്ഖലിതമായിരിക്കുന്ന ഭക്തിയോഗമാകുന്ന സിദ്ധിയാൽ എന്നർത്ഥം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? സകല ജീവനികായ ആവാസസ്യ ഭീതാനാം ശരണഭൂതസ്യ ഭഗവതഃ വാസുദേവസ്യ ശ്രീമച്ചരണാരവിന്ദ അവിരത സ്മരണ അവിഗളിത പരമഭക്തി യോഗേന എന്നൊക്കെയാണ് ആ ഒരുമിച്ചുള്ള ആ വാക്കുകളെ പദം മുറിച്ച് പറയേണ്ട. ശ്രീമത് ചരണാരവിന്ദ അവിരത സ്മരണ അവിഗളിത പരമഭക്തി യോഗേന അനുഭാവേന ശ്രീപാദങ്ങളെ സദാസമയവും സ്മരിക്കുകയാൽ അസ്ഖലിതമായിരിക്കുന്ന ഭക്തിയോഗമാകുന്ന സിദ്ധിയാൽ പരിഭാവിത അന്തർഹൃദയ അധികതേ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയാന്തർഭാഗത്ത് പരിഭാവിത അന്തർഹൃദയ അധികതേ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയാന്തർഭാവത്ത് പ്രവേശിച്ചവനായിട്ട് സർവേഷാം ഭൂതാനാം ആത്മഭൂതേ സർവചരാചരാത്മാവായിരിക്കുന്ന ഭഗവതി ഏവ ആ ഭഗവാനിൽ തന്നെ അവിശേഷേണ ദേഹാദ്യഭിമാനമുക്തരായിട്ട് ആത്മനഃ തൻ്റെ താതാത്മ്യം ഐക്യം സമീയുഹു തൻ്റെ ആ ഐക്യത്തെ പ്രാപിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു. ഒന്നുകൂടി പറയാം. ഉപശമശീലാഹത്തെ പരമർഷയ ആ ശമദമാദി സിദ്ധികൾ സമ്പാദിച്ച ആ 3 ഋഷിവര്യന്മാർ തസ്മിന്നുഹവാ ഉപശമശീലാഹ പരമർഷയ അവർ തസ്മിൻ ഉഹ വൈ ആശ്രമേ എന്ന് പറഞ്ഞാൽ ആ സന്യാസാശ്രമത്തിൽ വെച്ച് തന്നെ സകല ജീവനികായാവാസസ്യ എന്നാണ്. സകല ജീവനികായ ആവാസസ്യ സകല ജീവജാലങ്ങൾക്കും വാസസ്ഥാനമായതും ഭീതാനാം ശരണഭൂതസ്യ ആ സംസാരഭയമുള്ളവർക്ക് ആശ്രയസ്ഥാനം ആയതും ആയിരിക്കുന്ന ശ്രീമച്ചരണാരവിന്ദാവിരത സ്മരണാവിഗളിത പരമഭക്തി യോഗേന അനുഭാവേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതഃ വാസുദേവസ്യ ആ ഭഗവാൻ വാസുദേവൻ്റെ ശ്രീമച്ചരണാരവിന്ദ അവിരത സ്മരണ അവിഗളിത പരമഭക്തിയോഗേന അനുഭാവേന ആ ശ്രീപാദപത്മങ്ങളെ സദാസമയവും സ്മരിക്കുകയാൽ അസ്ഖലിതമായിരിക്കുന്ന ഭക്തിയോഗമാകുന്ന സിദ്ധിയാൽ പരിഭാവിത അന്തർഹൃദയ അധികതേ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയാന്തർഭാഗത്ത് പ്രവേശിച്ചവനായിരിക്കുന്ന സർവേഷാം ഭൂതാനാം ആത്മഭൂതേ സർവചരാചരാത്മാവായിരിക്കുന്ന ഭഗവതി ഏവ ആ ഭഗവാനിൽ തന്നെ അവിശേഷേണ ദേഹാദ്യഭിമാനമുക്തരായിട്ട് ആത്മനി തൻ്റെ താതാത്മ്യം ഐക്യം സമീയുഹു പ്രാപിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ആ 3 ആ സന്യാസാശ്രമത്തിൽ പ്രവേശിച്ച് ആ ഭഗവാനെ അനന്യഭക്തിഭാവേന ഉപാസിച്ച് സായുജ്യം പ്രാപിച്ചു. അന്യസ്യാമപി ജായായാം ത്രയഃ പുത്ര ആസൻ ഉത്തമ സ്ഥാമസോ രൈവത ഇതി മന്വന്തരാതി. അത് അടുത്ത ശ്ലോകമാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി നമുക്ക് നോക്കാം. തസ്മിന്നുഹവാ ഉപശമശീലാഃ പരമർഷയഃ സകലജീവനികായാവാസസ്യ ഭഗവതോ വാസുദേവസ്യ ഭീതാനാം ശരണഭൂതസ്യ ശ്രീമച്ചരണാരവിന്ദാവിരതസ്മരണാവിഗളിത പരമഭക്തിയോഗാനുഭാവേന പരിഭാവിതാന്തർഹൃദയാധികതേ ഭഗവതി സർവേഷാം ഭൂതാനാം ആത്മഭൂതേ പ്രത്യഗാത്മന്യേവാത്മനസ്താദാത്മ്യമവിശേഷേണ സമീയുഃ തസ്മിൻ അതിൽ ഉപശമശീലാഃ ഉപശമ സ്വഭാവത്തോടുകൂടിയ പരമർഷികൾ സകല ജീവനികായാവാസസ്യ സകല ജീവരാശികളുടെയും ആവാസസ്ഥാനമായിരിക്കുന്നവനും
ഭീതാനാം ഭയപ്പെടുന്നവർക്ക് ശരണഭൂതസ്യ ശരണവും ആയിരിക്കുന്നവനുമായ ഭഗവതഃ വാസുദേവസ്യ ഭഗവാൻ വാസുദേവൻ്റെ ശ്രീമച്ചരണാരവിന്ദാവിരത സ്മരണാവികളിത പരമഭക്തിയോഗാനുഭാവേന ശ്രീമത്തായിരിക്കുന്ന ആ ചരണാരവിന്ദത്തെ ഇടതടവിടാതെ സ്മരിച്ചുകൊണ്ട് ലഭിച്ച അഖണ്ഡമായിരിക്കുന്ന ഭക്തിയോഗത്തിൻ്റെ മാഹാത്മ്യത്താൽ പരിഭാവിതാന്തർഹൃദയാധിഗതേ പരിശുദ്ധമായിരിക്കുന്ന ഹൃദയാന്തർഭാഗത്തിൽ അനുഭവത്തിന് വിഷയമായി ഭവിച്ചവനും സർവേഷാം ഭൂതാനാം സകല ഭൂതലങ്ങളുടെയും ആത്മഭൂതേ ആത്മാവായിരിക്കുന്നവനും ആയ ഭഗവതി പ്രത്യേകാത്മനിയേവ ഭഗവാനായിരിക്കുന്ന പ്രത്യേകാത്മാവിൽ തന്നെ ആത്മനഹത്താദാത്മ്യം ആത്മാവിൻ്റെ തദ്ഭാവത്തെ അവിശേഷേണ മറവുകൂടാതെ സമീയുഹു പ്രാപിച്ചു. ഒന്നുകൂടി പറയാം. തസ്മിൻ അതിൽ ഉപശമശീലാഹ ഉപശമസ്വഭാവത്തോടു കൂടിയ യമസമാധികൾ നിയമമൊക്കെ പാലിച്ചിട്ടുള്ള വളരെ ശീലം അതിനോട് യമനിയമാദികളനുസരിച്ചുള്ള പരമർഷയ ആ പരമ ഋഷിമാർ സകല ജീവനികായാവാസസ്യ സകല ജീവരാശികളുടെ ആവാസസ്ഥാനമായിരിക്കുന്നവരും ഭീതാനാം ഭയപ്പെടുന്നവർക്ക് ശരണഭൂതസ്യ ശരണമായിരിക്കുന്നവനുമായിരിക്കുന്ന ഭഗവതഃ വാസുദേവസ്യ ആ ഭഗവാൻ വാസുദേവൻ്റെ ശ്രീമച്ചരണാരവിന്ദ ആവിരത സ്മരണാവികളിത പരമഭക്തിയോഗാനുഭാവേന ആ ശ്രീമത്തായിരിക്കുന്ന ചരണാരവിന്ദത്തെ ഇടവിടാതെ സ്മരിച്ചതുകൊണ്ട് ലഭിച്ച അഖണ്ഡമായിരിക്കുന്ന ആ പരമഭക്തിയോഗത്തിൻ്റെ മാഹാത്മ്യത്താൽ പരിഭാവിതാന്തർഹൃദയാധിഗതേ പരിശുദ്ധമായിരിക്കുന്ന ഹൃദയാന്തർഭാഗത്തിൽ അനുഭവത്തിന് വിഷയമായി ഭവിച്ചവനും സർവേഷാം ഭൂതാനാം സകല ഭൂതങ്ങളുടെ ആത്മഭൂതേ ആത്മാവായിരിക്കുന്നവനുമായിരിക്കുന്ന ഭഗവതി പ്രത്യേകാത്മനിയേവ ഭഗവാനായിരിക്കുന്ന പ്രത്യേകാത്മാവിൽ തന്നെ ആത്മനഹത്താദാത്മ്യം ആത്മാവിൻ്റെ തദ്ഭാവത്തെ അവിശേഷേണ മറവ് കൂടാതെ സമീയുഹു പ്രാപിച്ചു. തസ്മിൻ ഉപശമശീലാഹ പരമർഷേഹ സകല ജീവനികായാവാസസ്യ ഭീതാനാം ശരണഭൂതസ്യ ഭഗവതഃ വാസുദേവസ്യ ശ്രീമച്ചരണാരവിന്ദ ആവിരത സ്മരണ അവികളിത പരമഭക്തിയോഗാനുഭാവേന പരിഭാവിതാന്തർഹൃദയാധിഗതേ സർവേഷാം ഭൂതാനാം ആത്മഭൂതേ ഭഗവതി പ്രത്യേകാത്മനി ആത്മനഃ താദാത്മ്യം അവിശേഷേണ സമീയുഹു. അപ്പോൾ അതിൽ ആ ഉപശമ സ്വഭാവത്തോടു കൂടിയിരിക്കുന്ന ആ പരമർഷികൾ സകല ജീവരാശികളുടെയും ആവാസസ്ഥാനമായിരിക്കുന്നവനും ആ ഭയപ്പെടുന്നവർക്ക് അശരണവുമായിരിക്കുന്നവനുമായിരിക്കുന്ന ആ ഭഗവാൻ വാസുദേവൻ്റെ ആ ശ്രീമച്ചരണാരവിന്ദത്തിൽ ശ്രീമത്തായ ആ ചരണാരവിന്ദത്തെ ഇടതടവിടാതെ സ്മരിച്ചതുകൊണ്ട് ലഭിച്ച അഖണ്ഡമായ പരമഭക്തിയോഗത്തിൻ്റെ മാഹാത്മ്യത്താൽ അങ്ങനെ ആ പരിശുദ്ധമായിരിക്കുന്ന ഹൃദയാന്തർഭാഗത്തിൽ അനുഭവത്തിന് വിഷയമായിട്ട് ഭവിച്ചവനും അതുപോലെ സകല ഭൂതങ്ങളുടെ ആത്മാവായിരിക്കുന്നവനുമായിരിക്കുന്ന ആ ഭഗവാനായിരിക്കുന്ന ആ പ്രത്യേകാത്മാവിൽ തന്നെ ആ ആത്മാവിൻ്റെ തദ്ഭാവത്തെ ആ മറവ് കൂടാതെ പ്രാപിച്ചു. പരമർഷികളായിരിക്കുന്ന അവർ ആ പരമഹംസാശ്രമത്തിലിരുന്നിട്ട് സകല ജീവരാശികളുടെയും നിവാസസ്ഥാനവും സംസാരത്തിൽ നിന്നും ഭയപ്പെട്ടിരിക്കുന്നവരുടെ രക്ഷാസ്ഥാനവുമായിരിക്കുന്ന ഭഗവാൻ ശ്രീ വാസുദേവൻ്റെ ശ്രീമച്ചരണാരവിന്ദത്തെ നിരന്തരം സ്മരിച്ചുകൊണ്ടുണ്ടായ അഖണ്ഡ ഭക്തിയോഗ പ്രഭാവത്താൽ പരിശുദ്ധമായിരിക്കുന്ന ഹൃദയാന്തർഭാഗത്തിൽ അനുഭവജ്ഞാനത്തിന് വിഷയമായി ഭവിച്ച ആ ജ്ഞാനാനന്ദസ്വരൂപമായിരിക്കുന്ന ആ പ്രത്യേകാത്മാവിൽ അഹന്താമമതാദിഭാവങ്ങളാകുന്ന മറവിൽ നിന്നും വിമുക്തരായിട്ട് ആത്മൈക്യത്തെ പ്രാപിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. തസ്മിൻ ഉഹവൈ ഉപശമശീലാഃ പരമർഷയഃ സകല ജീവനികായാവാസസ്യ ഭീതാനാം ശരണഭൂതസ്യ ഭഗവതഃ വാസുദേവസ്യ ശ്രീമച്ചരണാരവിന്ദമവിരത സ്മരണാവികളിത പരമഭക്തിയോഗേ യോഗാനുഭാവേന പരിഭാവിതാന്തർഹൃദയാധിഗതേ സർവേഷാം ഭൂതാനാം ആത്മഭൂതേ പ്രത്യേകാത്മനി ഭഗവതിയേവ അവിശേഷേണ ആത്മനഃ താദാത്മ്യം സമീയുഃ. ആ പരമഹംസം
പരമഹംസ്യമെന്ന ആ ഉത്തമ സന്യാസാശ്രമത്തിൽ തന്നെ വർത്തിച്ചിട്ട് സർവേന്ദ്രിയ നിഗ്രഹപരായണന്മാരായിട്ട് ആ ഋഷീശ്വരന്മാർ ഭവിച്ച് സമസ്ത ജീവജാലങ്ങൾക്കും ആവാസഭൂതനായി ആ സംസൃതി ഭയം കൊണ്ടിരിക്കുന്നവർക്ക് ആശ്രയഭൂതനും ആയിരിക്കുന്ന ആ ഭഗവാൻ ശ്രീവാസുദേവൻ്റെ തൃപ്പാദാരവിന്ദങ്ങളെ ഇടതടവില്ലാതെ ധ്യാനിക്കുകയാൽ വിട്ടുപിരിയാതെ നിൽക്കുന്ന ഭക്തിയോഗത്തിൻ്റെ മഹിമയാൽ അതിപാവനം ആക്കപ്പെട്ട ആ ഹൃദയാന്തർഭാഗത്തിൽ എഴുന്നരുളുന്നവനും ആ സമസ്ത ചരാചരങ്ങളുടെയും ആത്മാവും ആ സർവാന്തര്യാമിയുമായിരിക്കുന്ന ഭഗവാനിൽ തന്നെ ഉപാധിരാഹിത്യത്തോടെ ആത്മതാദാത്മ്യം പ്രാപിച്ചു, മുക്തിയെ പ്രാപിച്ചു എന്നാണ് ഇവിടെ അർത്ഥം. ആ മുക്തിയെ പ്രാപിച്ചു. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം കൂടി നമുക്ക് നോക്കാം. ഇതിലത്തെ വ്യാഖ്യാനത്തിൽ വന്നിട്ട് ഏഷാം മധ്യേ അത് പറഞ്ഞു. അപ്പം തേ പരമർഷയസ്തം അവർ ആ പരമർഷയസ്തസ്മിൻ അവർ ഈ ആശ്രമത്തിലിരുന്നു കൊണ്ട് തന്നെ ബ്രഹ്മപ്രാപുഹു ബ്രഹ്മസായുജ്യം പ്രാപിച്ചു എന്നർത്ഥം. തേ പരമർഷയസ്തസ്മിന്നേവാശ്രമേ ആ പരമഋഷിമാർ ആ ആശ്രമത്തിലിരുന്നു കൊണ്ട് തന്നെ ബ്രഹ്മപ്രാപുഹു ആ ബ്രഹ്മപദത്തെ പ്രാപിച്ചു. തേ പരമർഷയസ്തസ്മിന്നേവാശ്രമേ ബ്രഹ്മപ്രാപുഹു എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ.